السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد ومن تبعهم بإحسان إلى يوم الدين. أما بعد. റബ്ബിൽ ആലമീൻ എന്നതിലെ റബ്ബ് എന്നതിൻ്റെ അർത്ഥം, അതുപോലെ ആലമീൻ ആലം എന്നതിൻ്റെ അർത്ഥം. പിന്നെ ചർച്ച ആലമീൻ എന്ന് വാവ് നൂന് കൊണ്ട്, ജെറിൻ്റെയും നസ്ബിൻ്റെയും അവസരത്തിൽ യാ നൂന് കൊണ്ട്, ആ യാ നൂന് കൊണ്ട് ജംആക്കാനുള്ള കാരണം എന്താണ്? ആലം എന്നാൽ ശരിക്ക് ആക്കിൽ മാത്രമല്ലല്ലോ, ഗൈറ് ആക്കിലും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം കുല്ലുമാ ഇസ്മുല്ലിമാ യഅലമു ബിഹി സാനി', അള്ളാഹുവിനെ അറിയാൻ സഹായകമാകുന്ന എല്ലാത്തിനും ആലം എന്ന് പറയാമെന്നല്ലോ, അതാണല്ലോ അതിന് നിർവചനം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പിന്നെ മനുഷ്യനും മനുഷ്യനേതര ജീവികൾക്കും അചേതനമായ സാധനങ്ങൾക്കും ആലം എന്ന് പറയാം. എല്ലാ ജവാഹിറും അറാദുകൾക്കും ആലം എന്ന് പറയാം. അള്ളാഹു അല്ലാത്ത എല്ലാ ജവാഹിറും അറാദുകൾക്കും ആലം എന്ന് പറയാം. പിന്നെ ആക്കലിന് മാത്രമായ വിശേഷണങ്ങളെ ജംആക്കുന്നത് പോലെ വാവ് നൂന് കൊണ്ട് ജംആക്കാനുള്ള കാരണം എന്താണ്? അതിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളിൽ ആക്കിലായ ആളുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയും ഫദ്ലും ഷറഫും ഉണ്ട്. അതിനെ തഗ്ലീബ് ചെയ്തിട്ട് ആക്കിലായ ആളുകളുടെ ഔസാഫുകൾ സാധാരണ ഏത് രീതിയിലാണോ ജംആക്കാറുള്ളത് അത് വാവ് നൂന് ചേർത്തിട്ടാണ്. അതുപോലെ ജംആക്കിയിട്ട് പറഞ്ഞു. വാസ്തവത്തിൽ എല്ലാവരെയും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ശ്രേഷ്ഠത പരിഗണിച്ച് പിന്നെ അവരെ ആ ഷറഫും ഫദ്ലും അവർക്കുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ തഗ്ലീബ് ചെയ്തിട്ടാണ് ജംആക്കിയത് എന്നതൊരു മറുപടിയാണ്. രണ്ടാമത്തെ മറുപടി, വക്കീല, ഒരു ദുർബലമായ അഭിപ്രായം അനുസരിച്ച് ഇസ്മുൻ ഉളിഅ ലിദവിൽ ഇൽമി മിനൽ മലായികത്തി വസ്സഖലൈൻ, ആലം എന്നത് ഇസ്മുൻ, അത് ഇസ്മാണ്. ഉളിഅ അവല് വദഇലെ അത് നിശ്ചയിച്ചത് ആർക്ക് വേണ്ടിയാണ്? ലിദവിൽ ഇൽമി മിനൽ മലായികത്തി വസ്സഖലൈൻ. സഖലൈൻ എന്ന് പറഞ്ഞാൽ ഇൻസ് ജിന്ന്. അപ്പം മനുഷ്യന് ജിന്ന് മാലാഖമാർ ഉൾപ്പെടുന്ന ആ ജിൻസിൻ്റെ പിന്നെ ജിൻസിന് വേണ്ടി വെക്കപ്പെട്ട ഇസ്മാണ് ആലം. ദവിൽ ഇൽമാണ്, അതുകൊണ്ടാണ് ആലം എന്ന് വെച്ചത്. അപ്പോൾ ആലമുൽ ഇൻസ്, ആലമുൽ ജിന്ന്, ആലമുൽ മലക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഫർദിന് എന്നല്ല, ജിൻസിന് എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇൽമുള്ള മലായിക്കത്ത് സഖലൈൻ, അവർക്ക് വേണ്ടി അറിയിക്കപ്പെട്ട ഇസ്മാണ് ആലം എന്നതാണ് ഒരഭിപ്രായം. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത് ഈ പറയപ്പെട്ട വിഭാഗത്തിനല്ലാത്ത അചേതനമായ വസ്തുക്കൾക്ക് ലഭിക്കൂലേ എന്നൊരു സംശയം അവിടെ ഉണ്ട്. അത് എന്തായാലും അതിനെ ഉൾക്കൊണ്ടത് തന്നെയാണ് റബ്ബ് മാലിക് എന്നത്. അപ്പോൾ തനാവുലുഹു, ആലം എന്ന വാക്ക് ഉൾക്കൊള്ളൽ, ലിഗൈരിഹിം, ഈ പറയപ്പെട്ട വിഭാഗമല്ലാത്തവരെ ഉൾക്കൊള്ളൽ, അലാ സബീലിൽ ഇസ്തിത്ബായി, അത് തബഇയ്യത്ത് എന്ന രീതിയിൽ അവരെ ഉൾക്കൊള്ളുകയാണ്. അല്ലാതെ വാക്ക് മജാസായി ഉപയോഗിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ വേറെ വല്ല രീതിയിലോ അല്ല. വാക്ക് അറിയിക്കുന്നത് മലായിക്കത്ത് സഖലൈൻ എന്നതിൽ നിന്ന് ഇൽമുള്ള വിഭാഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം അവരെ റുബൂബിയത്ത് സ്ഥിരപ്പെടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ അതിലെ ആഹാദുകളിൽപ്പെട്ട ബാക്കിയുള്ള എല്ലാ വസ്തുക്കളുടെയും റുബൂബിയത്ത് സ്ഥിരപ്പെടുത്താൻ പ്രയാസമില്ലല്ലോ. ഈ പറയപ്പെട്ട അഭിപ്രായത്തെയും മുസന്നിഫ് മുഖ്താറാക്കിയിട്ടില്ല. രണ്ടാമത്തെ അഭിപ്രായം, ഒന്നാമത്തേത് മുഖ്താറായ അഭിപ്രായം. വക്കീല ഉനിയ ബിഹി നാസു ഹാഹുന, ഉനിയ ബിഹി എന്ന് പറഞ്ഞാൽ അറാദ ബിഹി എന്നർത്ഥം. ഇവിടെ ആലമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാസ് എന്ന മാനയാണ്. റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് റബ്ബിന്നാസ് എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ആലം എന്ന് പറഞ്ഞാൽ അത് ഇസ്മുല്ലിമാ യഅലമു ബിഹി സാനി എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ഇവിടെ
ഇവിടെ അർത്ഥം ഹാഹുന എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ആലം എന്നതിൻ്റെ താരീഫിൽ മാറ്റല്ല. അതേ സമയത്ത് ആലം എന്നതിൻ്റെ താരീഫ് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ അർത്ഥം അന്നാസ് ബഹ്ദഹു, ഇവിടെ അന്നാസ് എന്ന് തന്നെയാണ് പിന്നെ അതിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണത്? കാരണം അള്ളാഹുവിൻ്റെ പിന്നെ അഹ്കാമുകൾ, തെക്ലീഫുകൾ, ഹലാല് ഹറാമ്, ഇർസാലു റസൂൽ, ഇൻസാലുൽ കിതാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നത് അത് മനുഷ്യരോട് മാത്രമാണല്ലോ. മാത്രമല്ല ലിയക്കൂന ലിൽ ആലമീന നദീറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ലിയക്കൂന ലിൽ ആലമീന നദീറ, ലോകർക്ക് അത് മുന്നറിയിപ്പായിട്ട്. അപ്പോൾ അവിടെ ഒരിക്കലും പിന്നെ ജീവനില്ലാത്ത വസ്തുക്കളെ അതല്ലെങ്കിൽ ഗൈറു ആക്കിലായ വസ്തുക്കളെ അവിടെ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിന്നെ ഉലുൽ ഇൽമാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്കാണല്ലോ പിന്നെ അഹ്കാമ് തബ്ലീഗ് ചെയ്ത് കൊടുക്കേണ്ടത്. അംബിയ മുർസലീങ്ങൾ അവർക്കാണല്ലോ ഹുക്കുമുകൾ, തക്ലീഫുകൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ ഇവിടെ അന്നാസ് എന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഭാഷാപരമായി തെളിവ് പിടിക്കുന്ന തഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, തഅ്തൂന ദുക്റാന മിനൽ ആലമീൻ എന്ന് ഖുർആനിൽ കാണാം. തഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, ആലമീങ്ങളിൽ നിന്ന് പിന്നെ ലൂത്ത് നബി സമൂഹത്തോട് പറഞ്ഞ ആ സെൻറ്റൻസ് ഹിക്കായത്ത് ചെയ്തിട്ട് അള്ളാഹു പറയാണ് തഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, ആലമീങ്ങളിൽ നിന്ന് പുരുഷന്മാരെ മാത്രം നിങ്ങൾ സമീപിക്കുന്നു. അവിടെ ആലമീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും മനുഷ്യരല്ലാത്ത വിഭാഗം ഉൾപ്പെടുന്നില്ല. അപ്പോൾ അത് ദുക്റാന മിനൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാസ് എന്നാണ്. അത് ലാഹിറായ മാനയാണ്. അപ്പോൾ അതടിസ്ഥാനത്തിൽ ഇവിടെ ഉദ്ദേശം ആലം എന്നതുകൊണ്ട് ജനങ്ങൾ, അന്നാസ് എന്നതാണ്. ഇതൊരഭിപ്രായം. ഈ അഭിപ്രായത്തെയും മുസന്നിഫ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം പിന്നെ അന്ന തഖ്സീസ് ബിലാ ദലീൽ യുഅ്തദു ബിഹി ഖിലാഫുൽ ലാഹിർ, എന്തായാലും പിന്നെ ഒരു ദലീലില്ലാത്ത തഖ്സീസാണ് ഇവിടെ സംഭവിക്കുന്നത്. ആലമീൻ എന്ന വാക്കിൻ്റെ ലാഹിറായ മാനയുണ്ട്. അതിനെ നാസ് എന്ന് തഖ്സീസ് ചെയ്യണമെങ്കിൽ പ്രത്യേകമായ ദലീൽ വേണം. ആ ദലീൽ ഇവിടെ പ്രകടമാകാത്തത് കൊണ്ട് അങ്ങനെ അർത്ഥം വെക്കുന്നതിനെ മുസന്നിഫ് മുഖ്താറാക്കിയിട്ടില്ല. വഖീല ഉനിയ ബിഹി നാസു ഹാഹുന ഫഇന്ന കുല്ല അഹദി മിൻഹും ആലമുൻ മിൻ ഹൈസു അന്നഹു യസ്തമിലു അലാ നദാഇരി മാ ഫിൽ ആലമിൽ കബീർ മിനൽ ജവാഹിരി വൽ അഅറാദ് യഅലമു ബിഹി സാനി കമാ യഅലമു ബിമാ അബ്ദഅഹു ഫിൽ ആലം. മുസന്നിഫ് പറയാണ്, ഈ പറഞ്ഞ കീലക്കാർ അവർ നാസാണ് ഇവിടെ ഉദ്ദേശമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫഇന്ന കുല്ല അഹദി മിൻഹും, ജനങ്ങളിൽ നിന്ന് ഓരോരുത്തരും ആലമുൻ, അവർ ഓരോരുത്തരും ഓരോ ആലമാണ്. ഏതടിസ്ഥാനത്തിൽ മിൻ ഹൈസു അന്നഹു യസ്തമിലു അലാ നളാഇരി മാ ഫിൽ ആലമിൽ കബീർ മിനൽ ജവാഹിരി വൽ അഅറാദ്, മനുഷ്യൻ ലോകം, മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ലോകത്തെ എല്ലാ ജവാഹിർ അഅറാദ്, ബാക്കിയുള്ള ആലമുൽ കബീർ, മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ ജവാഹിർ അഅറാദുകളുടെയും ഒരു മസല്, ഒരു കോപ്പി അത് മനുഷ്യൻ്റെ ശരീരത്തിൽ കാണാൻ പറ്റും. യഅലമു ബിഹി അസ്സാനിഅ കമാ യഅലമു ബിമാ അബ്ദഅഹു ഫിൽ ആലമിൽ കബീർ, ആ വലിയ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച അത്ഭുതകരമായ സൃഷ്ടിപ്പ് കൊണ്ട് അള്ളാഹുവിനെ എത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ മനുഷ്യ ശരീരത്തിലെ ജവാഹിർ അഅറാദുകൾ കൊണ്ട്, ആ അത്ഭുത സൃഷ്ടിപ്പ് കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ്റെ ശരീരം അത്രമേൽ മഹത്തരമായ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്, ഭയങ്കര സൃഷ്ടിപ്പാണ്. ഒരുപാട് അത്ഭുതങ്ങൾ അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ അല്ലാഹുവല്ലാത്ത ലോകം എന്ന അർത്ഥത്തിലെ ആലമിൽ മനുഷ്യനെ മാറ്റിവെച്ച് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളിലും, ബാക്കിയുള്ള എല്ലാ ജവാഹിർ ആറാദുകളിലും എത്ര പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുമോ അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിലെ അത്ഭുതകരമായ അവസ്ഥകൾ, ആ പ്രോസസ്സുകൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും എന്ന രീതിയിൽ
ഓരോ ഫർദും ഓരോ ആലമാണ്. വലിദാലിക സുബിയ ബൈനൻ നദ്രി ഫീഹിമ, അതുകൊണ്ടാണ് ഈ മനുഷ്യനിലും ലോകത്തും ഫീഹിമ ആലമും മനുഷ്യനും അവർ രണ്ടു പേർക്കുമിടയിൽ തസ്വിയത്ത് ചെയ്ത് പറഞ്ഞത് അള്ളാഹു. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. സൂറത്ത് ദാരിയാത്തിൽ വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അതിലും അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തസ്വിയത്ത് ചെയ്തത് ബൈന ഷൈഅൈനി ഏതാണ്? ഒന്ന് അർള്, ഒന്ന് അൻഫുസ്. അതുപോലെ തന്നെ സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അള്ളാഹു ഹക്കാണ് എന്ന് അവർക്ക് കൃത്യമായി വ്യക്തമാകുന്നതിനുള്ള തെളിവുകൾ ചക്രവാളങ്ങളിലെ അത്ഭുതങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാം, നാം അവർക്ക് കാണിച്ചു കൊടുക്കും. വഫി അൻഫുസിഹിം, അവരുടെ സ്വശരീരങ്ങളിലും അവർക്ക് നാം കാണിച്ചു കൊടുക്കും. ഇവിടെയൊക്കെ അള്ളാഹു തസ്ബിയത്ത് ചെയ്തത് ഒന്ന് അർള് അൻഫുസ്, അതുപോലെ ആഫാഖ് അൻഫുസ്. അപ്പം മനുഷ്യൻ്റെ ശരീരം ഒരു ആലം പോലെയാണ്. ബാക്കിയുള്ള ആലമിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് തുടങ്ങിയ സംഗതികളൊക്കെ ശരീരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തസ്ബീഹ് ചെയ്ത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുർആ റബ്ബിൽ ആലമീൻ ബിൻ നസ്ബി, റബ്ബൽ ആലമീൻ എന്ന് ഖിറാഅത്തുണ്ട്. ആ റബ്ബി എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബിന് ജറ് കിട്ടിയത് പിന്നെ ഒന്നൊരിക്കൽ സിഫത്തായിട്ട് അല്ലെങ്കിൽ അള്ളാഹ് എന്നതിന് ബദലായിട്ട്, പ്രബലമായ അഭിപ്രായം സിഫത്തായിട്ട്. ഏതായാലും റബ്ബ എന്ന് നസ്ബ് കൊണ്ട് ഖിറാഅത്തുണ്ട്. ആ നസ്ബ് കിട്ടുന്നത് 3 രീതിയിലൂടെയാണ്. ഒന്ന് അലൽ മദ്ഹി, അംദഹു എന്ന ഒരു ഫീല് സങ്കല്പിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ മഫ്ഊലായിട്ട്. രണ്ടാമത്തത് മുനാദ മുലാഫായിട്ട്, അബിൻ നിദായി യാ റബ്ബൽ ആലമീൻ എന്ന നിദാഇൻ്റെ ഹർഫ് തഖ്ദീർ ചെയ്തിട്ട് അൽഹംദുലില്ലാഹി യാ റബ്ബൽ ആലമീൻ. ഔബിൽ ഫീലില്ലദി ദല്ല അലൈഹിൽ ഹംദു, ഹംദ് എന്ന മസ്ദറിൽ നിന്ന് ഒരു ഫീലിനെ തഖ്ദീർ ചെയ്തിട്ട്, അപ്പോൾ നഹ്മദു അൽഹംദുലില്ലാഹി റബ്ബൽ ആലമീൻ, നഹ്മദു റബ്ബൽ ആലമീൻ എന്ന രീതിയിൽ. അപ്പോൾ ഈ 3 രീതിയിലും ആമിലുകൾ വ്യത്യസ്തമാണ്. മഅമൂലിന് നസ്ബ് തന്നെയാണ്. റബ്ബ എന്ന് നസ്ബ് കൊണ്ടുള്ള ഖിറാഅത്തുണ്ട്. ഇനി വഫീഹി ദലീലുൻ, വഫീഹി ദലീൽ, റബ്ബിൽ ആലമീൻ എന്നതിൽ ദലീലുണ്ട്. എന്തിനുള്ള തെളിവുണ്ട്? അല അന്നൽ മുംകിനാത്ത് കമാ ഹിയ മുഫ്തഖറത്തുൻ ഇലൽ മുഹ്ദിസ് ഹാല ഹുദൂസിഹ ഫഹിയ മുഫ്തഖറത്തുൻ ഇലൽ മുബ്ഖി ഹാല ബഖാഇഹ. അന്നൽ മുംകിനാത്ത്, അല്ലാഹു അല്ലാത്തതൊക്കെ മുംകിൻ വുജൂദാണ്. അപ്പോൾ എല്ലാ സൃഷ്ടിജാലങ്ങളും അത് കമാഹിയ മുഫ്തഖറത്തുൻ ഇലൽ മുഹ്ദിസ് ഹാല ഹുദൂസിഹ, ആ മുംകിനാത്തുകൾ വുജൂദായ സമയത്ത്, ഉണ്ടാകുന്ന സമയത്ത് അതിന് ഉണ്ടാക്കിയ ഒരാൾ, നിർബന്ധമായും വാജിബുൽ വുജൂദായ ഒരാളുണ്ട് എന്നതുപോലെ ഹുദൂസിന് ശേഷം പിന്നെ അത് നിലനിൽക്കണമെങ്കിൽ, സവാലുകളില്ലാതെ ഖലലുകളില്ലാതെ നിലനിൽക്കണമെങ്കിൽ ആ നിലനിൽപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവും നിർബന്ധമാണ് എന്നതിലേക്ക് തെളിവ് ഏതിലുണ്ട്? റബ്ബിൽ ആലമീൻ എന്നതിലുണ്ട്.
കൃത്യമാണ്. കാരണം പിന്നെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഹിഫ്ള് അനി സവാല് വൽ ഇഖ്തിലാൽ എന്നാണല്ലോ. സവാല് പാടെ നീങ്ങിപ്പോകാതെ അതിൽ ബുദ്ധിമുട്ടുകൾ ഖലലുകൾ വരാതെ സംരക്ഷിക്കുക. അപ്പം മാലിക് എന്ന വിശേഷണവും റബ്ബ് എന്ന വിശേഷണവും കണക്റ്റഡാണ്. അത് കൃത്യമായി അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച്, അള്ളാഹുവിൻ്റെ മശീഅത്തനുസരിച്ച്, അള്ളാഹുവിൻ്റെ ഇറാദത്തനുസരിച്ച് എത്രയാണോ അതിൻ്റെ നിഹായ, ആ വസ്തുക്കളുടെ, മനുഷ്യനാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിൻ്റെ എൻഡ് എത്രയാണോ അതുവരെ അള്ളാഹുവിൻ്റെ ഹിഫ്ള് ഹിമായത്ത് നിർബന്ധമാണ്. അതാണ് ബക്കായിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ സവാലിൽ നിന്ന് ഇഖ്തിലാലിൽ നിന്ന് സംരക്ഷണം, അതാണ് ബക്കാ. അപ്പോൾ അത് യഥാർത്ഥ ഹാഫിൽ, അത് യഥാർത്ഥ മാലിക്കാണ്. സ്വാഭാവികമായും ആ ബക്കായിൻ്റെ സമയം മുഴുവനും റബ്ബൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ പരിചരണം എന്ന് പറയുന്നത് അതിനെ ഹിഫ്ള് ചെയ്യലാണ്. അത് അള്ളാഹു കണക്കാക്കിയ അജൽ വരെ അള്ളാഹു തന്നെ, മാലിക്കായ അള്ളാഹു ഹിഫ്ള് ചെയ്യലാണ് അതിൻ്റെ യഥാർത്ഥ ഹിഫ്ള്. അതുകൊണ്ട് തന്നെ ആ ഹുദൂസിൻ്റെ സമയത്ത്, ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടായ സമയത്ത് അതിൽ ഒരു മുഹ്ദിസ് വേണം എന്ന കായിക പ്രകാരം തന്നെ അതിൻ്റെ ബക്കാ വരെ, അതിൻ്റെ ബക്കായിൽ അവസാനിക്കുന്നത് വരെ അതിനെ ഒരു മുബുക്കി അത് വേണം എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് റബ്ബുൽ ആലമീൻ എന്ന വാക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ വിശദീകരണം കഴിഞ്ഞു. ഇനി അർ-റഹ്മാനുർ റഹീം. അർ-റഹ്മാനുർ റഹീം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം അത് വിസ്മിയുടെ വിശദീകരണത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ റഹ്മാൻ റഹീം എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔസാഫുകളുടെ ഗായത്ത് പരിഗണിച്ചിട്ടാണ് ഇസ്മുകൾ നിലനിൽക്കുന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ തക്രാർ ചെയ്ത് പറഞ്ഞത്, ഹംദിന് ശേഷം വീണ്ടും തക്രാർ ചെയ്ത് പറഞ്ഞത്, അത് ഖററഹു തഅലീലി, അൽഹംദുലില്ലാഹി സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നതിൻ്റെ ഒരു ഇല്ലത്ത് പോലെയാണ് അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞത്. നേരത്തെ ബിസ്മിയിലും റഹ്മാൻ റഹീം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഇസ്തിയാനത്താണ്, ബാ ഇസ്തിയാനത്തിനായിരുന്നല്ലോ. അപ്പോൾ ബാ ഇസ്തിയാനത്തിന് ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു, മുസ്തഈനൻ ബില്ലാഹി എന്നൊക്കെ പറയുമ്പോൾ അവിടെ അർ-റഹ്മാനുർ റഹീം എന്ന അനുഗ്രഹദാതാവ് ആയ അള്ളാഹു അവിടെയും ഒരു തഅലീൽ പോലെയാണ്. എന്നതുപോലെ ഇവിടെ അൽഹംദുലില്ലാഹി സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ പിന്നെ അർ-റഹ്മാനുർ റഹീം എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇവിടെയും ഒരു തഅലീൽ പോലെയാണ്. അലാമാ സനദ്കുറുഹു, നാം ശേഷം പറയുന്ന കാരണം കൊണ്ട്. എന്ത്? അർ-റഹ്മാനുർ റഹീം എന്നത് തഅലീലിന് വേണ്ടിയാണ് ആവർത്തിച്ചത് എന്നതിൻ്റെ വിശദീകരണം മാലിക് യൗമിദ്ദീൻ ഒക്കെ കഴിഞ്ഞിട്ട് മുസന്നിഫ് ശേഷം പറയുന്നുണ്ട്. അതെവിടെ? ഇജ്റാഉ ഹാദിഹിൽ ഔസാഫി അലല്ലാഹി തആല എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന വാക്ക് ഇതിൻ്റെ വിശദീകരണത്തിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ അർ-റഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞത് എന്തിനാണ്? അതിൻ്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. അതാണ് അലാമാ സനദ്കുറുഹു. ഇജ്റാഉ ഹാദിഹിൽ ഔസാഫ് അലല്ലാഹി തആല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിശദീകരണം. കാരണം തർത്തീബുൽ ഹുക്മ അലൽ വസ്ഫി യുഷ്ഇറു ബി ഇല്ലിയതിഹി ലഹു എന്നാണ്. ഒരു ഹുക്കുമിനെ തർത്തീബാക്കുക ഏതിനോട്? ഒരു വസ്ഫിനോട് തർത്തീബാക്കിയിട്ടുണ്ടെങ്കിൽ ആ വസ്ഫ് ആ ഹുക്കുമിൻ്റെ ഇല്ലത്ത് പോലെയാണ് എന്നത് പൊതു കായികയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി എന്ന ഹുക്കുമ്, മഹ്കൂമ്, മഹ്കൂമ് അലൈഹി, മഹ്കൂമ് ബിഹി ഹുക്കുമ്, അപ്പോൾ ആ ഹുക്കുമിനെ തർത്തീബാക്കിയത് അർ-റഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ തുടങ്ങിയ അള്ളാഹുവിൻ്റെ ഔസാഫുകളുടെ മുകളിലായതുകൊണ്ട്, ആ ഔസാഫ് അടിസ്ഥാനത്തിൽ ഹുക്കുമിനെ തർത്തീബാക്കിയത് കൊണ്ട് ഈ വിശദീകരണങ്ങൾ, ഈ വസ്ഫുകൾ വാസ്തവത്തിൽ ആ ഹുക്കുമിൻ്റെ ഒരു ഇല്ലത്ത് പോലെയാണ് എന്ന പൊതു കായികയും അതിൻ്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. അതടിസ്ഥാനത്തിൽ അർ-റഹ്മാനുർ റഹീം എന്നത് അൽഹംദുലില്ലാഹി എന്നതിൻ്റെ ഒരു ഇല്ലത്ത് പോലെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.